നിലപാടിലുറച്ച് പാലക്കാട് നഗരസഭ ദിവ്യാംഗരായ കുട്ടികൾക്കായി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു. മുൻ കൗൺസിലുകളിൽ വിഷയം ചർച്ചയ്ക്ക് വെച്ച് പാസാക്കിയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് 6 മാസം മുമ്പ് തന്നെ ഇത്തരത്തിലൊരു സ്ഥലമുണ്ടെന്നും ആ സ്ഥലത്ത് ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് കൗൺസിലിൽ വന്ന് അത് അജണ്ട പാസ്സാക്കിയതാണ്. മലപ്പുറത്ത് വാര്യംകുന്നിൻ്റെ പേരിലാണ് ടൗൺ ഹാളുള്ളത്. നമ്മുടെ കൊയിലാണ്ടിയിൽ ബഫാക്കി തങ്ങളുടെ പേരിലാണ് അവിടെ ഒരു സർക്കാർ കോളേജ് ഉള്ളത്. പേരിലല്ലല്ലോ കാര്യം. ഈ ചെയർപേഴ്സൺ ഭരണസമിതി എന്നൊക്കെ പറയുന്നത് നഗരസഭാ ആക്ട് പ്രകാരം ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം വെച്ചിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ പേര് വന്നിരിക്കുന്നത്. ഏറ്റവും സുരക്ഷിത നഗരമായി പാലക്കാട് മാറി. ദക്ഷിണേന്ത്യയിൽ ഒരു നഗരം മുഴുവൻ ക്യാമറ വെച്ച സമയത്ത് 2 കൗൺസിലർമാർ കേസിന് പോയി. തോറ്റ് തുന്നമ്പാടിയിട്ടാണ് തിരിച്ചു വന്നത്. കോടതി എടുത്ത് തൂക്കി എറിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും അവർക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മുൻ കൗൺസിലുകളിൽ വിഷയം ചർച്ചയ്ക്ക് വെച്ച് പാസ്സാക്കിയതാണ്. അപ്പോഴില്ലാത്ത പ്രശ്നമാണ് ഈ തറക്കല്ലിടൽ ചടങ്ങിന് ഉണ്ടായത് എന്നുള്ളത്. അത് ആസൂത്രിത നീക്കമാണെന്നുള്ള സംശയം ഇന്നലെ തന്നെ ബലപ്പെട്ടിരുന്നു. ആദ്യം യൂത്ത് കോൺഗ്രസ് വരുന്നു, പിന്നീട് അതിന് തൊട്ടു പിന്നാലെ ഡിവൈഎഫ്ഐ വരുന്നു. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ പോലെ അവിടെ അക്രമം അഴിച്ചുവിടുന്നു. തുടക്കത്തിൽ പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും മനു, പാലക്കാട് നഗരസഭ പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനത്തെ 87 നഗരസഭകളിൽ ഒന്നാമത് എത്തിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. അത് ബോധപൂർവം ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഈ നഗരസഭ ഒന്നാമത് എത്തിയതിലുൾപ്പെടെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്തതാണ് എന്നുള്ളതാണ് നഗരസഭ വൈസ് ചെയർമാനായി കൃഷ്ണദാസ് പറയുന്നത്. ഏതായാലും നഗരസഭ ഇത്തരത്തിൽ ഇവരുടെ പ്രതിഷേധങ്ങളെ ഒന്നും വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകാൻ BJP ഭരിക്കുന്ന നഗരസഭ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പേരുമായി മുന്നോട്ട് പോവും. ആ പേര് തന്നെ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കി 250-ലേറെ ദിവ്യാംഗരായ കുട്ടികൾ പാലക്കാട് നഗരത്തിലുണ്ട്. ആ നഗരത്തിലുള്ള ആ കുട്ടികൾക്ക് വലിയ ആശ്വാസമായി പദ്ധതി മാറും എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഇത്തരത്തിൽ ദിവ്യാംഗരായ കുട്ടികളുടെ ബൈസ്റ്റാൻഡർമാർക്ക് നൽകുന്ന തുക ഉൾപ്പെടെ നൽകാതെ അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. ഒരു തദ്ദേശ സ്ഥാപനവും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ അവരുടെ രക്ഷിതാക്കളുടെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. അപ്പോഴാണ് അതിൽ വ്യത്യസ്തമായി പാലക്കാട് നഗരസഭ ഇത്രയും നല്ലൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ആ പദ്ധതിയെ സപ്പോർട്ട് ചെയ്തതിന് പകരം അതിനെ തുരങ്കം വെക്കുന്ന നടപടികളാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ CPM-ൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നഗരസഭ വൈസ് ചെയർമാനായി കൃഷ്ണദാസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ മലപ്പുറത്ത് വാര്യംകുന്നൻ്റെ പേരിൽ ടൗൺ ഹാള് പണിയാമെങ്കിൽ, അതല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ ബഫക്കി തങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ ഒരു സർക്കാർ കോളേജിന് തന്നെ പേര് ഇടാമെങ്കിൽ, ഇത്തരത്തിൽ ഹിന്ദു വംശഹത്യ നടത്തിയ ആളുകളുടെ പേരുകൾ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഇട്ടപ്പോൾ അവിടെയൊന്നും യാതൊരു പ്രതികരണവും നടത്താതിരുന്ന ആളുകളാണ് ഇടതുപക്ഷവും കോൺഗ്രസും. എന്നാൽ ഇവിടെ തീരെ ദേശാഭിമാനിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആ പ്രത്യയശാസ്ത്രത്തിന് ഉൾപ്പെടെ അതിനെ കരുത്ത് പകർന്നിട്ടുള്ള ആ പ്രത്യയശാസ്ത്രം ഉണ്ടായത് പോലും ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാർ അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടാണ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘപരിവാർ സംഘടനകളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ രാജ്യം തന്നെ തുടർച്ചയായിട്ട് രാജ്യത്തെ വലിയ ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങൾ പിന്തുണയ്ക്കുന്ന പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിന് ബീജാവാഹം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ഒരു ഭിന്നശേഷിക്കാരായ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി ഉള്ള ആ ഉദ്യമത്തിൽ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ഈ കൃഷ്ണദാസ് പറയുന്നത്. മാത്രമല്ല, നഗരസഭ ചെയർപേഴ്സൻ്റെ വിവേചന അധികാരമാണിത്. നേരത്തെ തന്നെ നഗരസഭ കൗൺസിലിലൊക്കെ ഈ കാര്യങ്ങൾ വന്നിരുന്നു. ഇങ്ങനെ ഒരു പദ്ധതി നടത്താൻ പോകുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് തന്നെ അജണ്ട വെച്ച് അത് പാസ്സാക്കി എടുത്തതുമാണ്. പക്ഷേ അന്ന് ഈ പേരിൻ്റെ കാര്യത്തിലൊന്നും ഒരു അന്തിമ തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല,
ഇതിൻ്റെ രൂപരേഖ സംബന്ധിച്ച കാര്യങ്ങളിലൊന്നും ഒരു അന്തിമ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിലൊക്കെ ഒരു തീരുമാനം എടുത്തത്. ആ തീരുമാനമെടുത്തത് നിയമവിരുദ്ധമായിട്ടോ അതല്ലെങ്കിൽ ഈ കോൺഗ്രസും മറ്റും പറയുന്നത് പോലെ ആരെയും അറിയിക്കാതെ എടുത്തതൊന്നുമല്ല. അത് കൃത്യമായിട്ട് തന്നെ നഗരസഭാ ചെയർപേഴ്സൻ്റെ വിവേചനാധികാരത്തിലെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമപരമായ പോരാട്ടത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രാഹുലിനെയൊക്കെ ഈ നിയമപരമായ പോരാട്ടത്തിന് കടക്കാൻ വേണ്ടി തങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. കാരണം മുൻപ് പാലക്കാട് നഗരത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സഹായത്തോടെ ക്യാമറകൾ നഗരം പൂർണ്ണമായും ക്യാമറ കണ്ണിലാക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു. ആ പദ്ധതി നടപ്പാക്കിയപ്പോൾ അതിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ കോടതിയെ സമീപിച്ചിരുന്നു. കോടതി കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ ക്യാമറയ്ക്കെതിരെ നടത്തിയ ആ നീക്കത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ആ കോടതിയെ സമീപിച്ചപ്പോൾ ആ കേസിനെ എടുത്ത് ചവിട്ടുകൊട്ടയിൽ എറിയുകയാണ് ചെയ്തത്. ആ കേസിൽ തോറ്റു തുന്നം പാടുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇപ്പോൾ ഈ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകാനുള്ള തീരുമാനത്തിനെതിരെ നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തോറ്റു തുന്നം പാടുന്ന സ്ഥിതി തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ കൃഷ്ണദാസ് പറയുന്നത്. മാത്രമല്ല BJP ഭരിക്കുന്ന നഗരസഭയാണെങ്കിൽ ഈ പേര് തന്നെ നൽകും. ഈ കെട്ടിടം ഇതേ പേരിൽ പൂർത്തിയായി 250ഓളം വരുന്ന ദിവ്യാംഗരായ കുട്ടികൾക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമായി മാറും. അതുതന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനായ ഈ കൃഷ്ണദാസ് വ്യക്തമാക്കിയത്. ശരി, അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.